റിയൽമിയുടെ റിയൽമി നോട്ട് സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. റിയൽമി നോട്ട് സീരീസിൽ റിയൽമി നോട്ട് 1 എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഇതൊരു 5G ഫോണായിരിക്കും. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നോട്ട് 1 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി നോട്ട് 1 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ OLED പാനലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ പഞ്ച്വൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. റിയൽമി 11 Pro അതുപോലെ തന്നെ 11 Pro Plus എന്നീ ഫോണുകളിലൊക്കെ ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു 11 Pro അതുപോലെ തന്നെ 11 Pro Plus എന്നീ ഫോണുകളിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വന്നേക്കാം. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 108 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ 2 MP മാക്രോ ലെൻസും ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പോൾ ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. നല്ലൊരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 24 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം ഗ്ലോബൽ മാർക്കറ്റിലായിരിക്കും ആ ഒരു ദിവസം ലോഞ്ച് ചെയ്യുക. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. കൺഫർമേഷൻസ് ഒക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഒരു കമ്പാരിസൺ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയിൽ ഒരു സ്ലൈഡിൽ ഈ ഫോൺ കമ്പയർ ചെയ്തിരിക്കുന്നത് ഇൻഫിനിക്സ് നോട്ട് 30 അതുപോലെ തന്നെ റെഡ്മി നോട്ട് 13 എന്നീ സ്മാർട്ട് ഫോണുകളായിട്ടാണ്. ഇതിൽ ഇൻഫിനിക്സ് നോട്ട് 30 എന്ന സ്മാർട്ട് ഫോൺ 15000 രൂപ പ്രൈസ് റേഞ്ചിലും റെഡ്മി നോട്ട് 13 എന്നുള്ള സ്മാർട്ട് ഫോൺ 19000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ഫോൺ ആ ഫോണിലായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. 15000 to 19000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പം 15000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കാരണം ഇൻഫിനിക്സ് നോട്ട് 30 എന്നുള്ള സ്മാർട്ട് ഫോണായിട്ട് അവരിത് കമ്പയർ ചെയ്തിട്ടുണ്ട്. 15000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ഫോൺ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. കാരണം 5G സപ്പോർട്ടിൻ്റെ കൂടെ ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അതുപോലെ തന്നെ ക്യാമറയിൽ 108 MP മെയിൻ ക്യാമറ സെൻസറും അതുകൂടാതെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനുമാണ്. അതുപോലെ തന്നെ 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 15000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നതായിരിക്കും. ഇനി 19000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിലും ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. OLED പാനൽ എന്നുള്ളതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സർ ആ ഒരു പ്രൈസ് റേഞ്ചിലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നല്ലൊരു സ്പെസിഫിക്കേഷനാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവൻ 19000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. 15000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റിയൽമിയുടെ റിയൽമി നോട്ട് 1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.